ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓരോ കപ്പിൾസും അവരെ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ സുധീനെ പറ്റി പരിചയപ്പെടുത്തുമ്പോഴേക്കും ഒരുപാട് പൊക്കി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇവൻ ചെയ്ത കാര്യങ്ങൾ ജഡ്ജസിന് മുമ്പിൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞാലേ ഇവൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഒന്ന് കുറച്ച് നേരം മിണ്ടാതിരിക്കുകയെന്ന് പറയുവാണ്. എന്നിട്ട് ശ്രുതിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ശ്രുതി, ഞാൻ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ റൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൈയടിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സച്ചിയുടെ ഊഴമാണ്. സച്ചി ഇങ്ങനെ മയക്കും പിടിച്ച് പതുങ്ങി വന്നിട്ട്, എൻ്റെ പേര് സച്ചി, ഞാനൊരു കാർ ഡ്രൈവറാണെന്ന് പറയുമ്പോൾ സദസ്സിലുള്ള ആരും കൈയടിക്കുന്നില്ലേ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. സച്ചിക്കത് ഭയങ്കര വിഷമാവുകയാണ്. പിന്നെ രേവതി മയക്കും പിടിച്ചിട്ട് പറയും, എൻ്റെ പേര് രേവതി, പൂവിക്കലാണ് എൻ്റെ ജോലി, വണ്ടിയിലൊരു ബോക്സൊക്കെ വെച്ച് ഞാൻ നാട്ടിലുള്ള എല്ലാവർക്കും പൂവൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ടെന്ന് രേവതി ഭയങ്കര സന്തോഷത്തോടെ പറയുവാണേ. പക്ഷേ അപ്പോഴും അവിടെയുള്ള ആരും കൈയൊന്നും കൊട്ടുന്നില്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതിയും കൂടി ചിരിക്കുവാണേ. അപ്പോൾ ഹോസ്റ്റ് പറയുന്നുണ്ട്, എന്താ ആരും കൈയടിക്കാതിരിക്കുന്നത്, എല്ലാവരും കൈയടിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കുവാണ്. സച്ചിക്കും രേവതിക്കും ഇത് ഭയങ്കര വിഷമാവുന്നുണ്ട്. സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൈ കൊട്ടുന്നുണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചപ്പോൾ മാത്രം എന്താ ആരും കൈ കൊട്ടാത്തത്, നമ്മുടെ ജോലി എന്താ അത്രയ്ക്ക് മോശമാണോ എന്ന് സച്ചി ചോദിക്കുവാണേ. ഞാനിപ്പോൾ തന്നെ അവരോട് പോയി ചോദിക്കട്ടെ എന്ന് പറയാൻ പോകാൻ പോകുമ്പോഴേക്കും രേവതി പിടിച്ചു നിർത്തുന്നുണ്ട്. സച്ചിയേട്ടാ അതൊന്നും വേണ്ട, സച്ചിയേട്ടൻ വാ, നമ്മളോട് അവിടെ ചെന്നിരിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി ഇരിക്കാം, ഈ റൗണ്ട് കഴിഞ്ഞു നമുക്ക് അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി അവിടെ പോയി ഇരിക്കുവാണേ. സച്ചിയുടെ കോൺഫിഡൻസ് ഒക്കെ പോയിരിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാണ് വിഷമിക്കുന്നേ, ഇവിടെയുള്ള മറ്റെല്ലാവരെക്കാളും എന്തും കൊണ്ടും നല്ല ജോലി സച്ചേട്ടൻ്റെ തന്നെയാണ്, എന്തോരം പേരെ സച്ചേട്ടനെ വിശ്വസിച്ച് കാറിൽ കയറുന്നത്, അവരെയൊക്കെ അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നത് സച്ചേട്ടനല്ലേ, സച്ചേട്ടൻ്റെ ജോലി വളരെ നല്ല ജോലി തന്നെയാണെന്ന് പറയുവാണ്. അതിനെ കുറച്ച് കാണേണ്ട ഒരു കാര്യവുമില്ല എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിൻ്റെ ജോലി എന്താ അത്രക്ക് മോശമാണോ, നീ എത്ര പേർക്കാണ് നീ പൂ കെട്ടി കൊടുക്കുന്നത്, കോടീശ്വരന്മാർക്ക് തൊട്ട് ഭഗവാനെ വരെ നീ പൂ കെട്ടി കൊടുക്കുന്നില്ലേ, നിൻ്റെ ജോലിയും അത്ര മോശമൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നമ്മ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞതൊക്കെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, രേവതി എന്തായാലും ഈ മത്സരത്തിൽ നമുക്ക് തന്നെ ജയിക്കണം രേവതി എന്നുള്ളൊരു വാശി സച്ചിക്ക് കയറിയിരിക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മൾ ജയിച്ചിരിക്കും സച്ചിയേട്ടാന്ന്. അപ്പോഴേക്കും നമ്മുടെ ഹോസ്റ്റ് അനൗൺസ് ചെയ്യുവാണേ, ഇന്ന് മത്സരിക്കാൻ വന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് ലേഡീസ് മാത്രം ഇപ്പോൾ സ്റ്റേജിലോട്ട് കയറി വരേണ്ടതാണെന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവരുടെ ഭാര്യമാരും സ്റ്റേജിലോട്ട് കയറി പോവാണ്. അപ്പോൾ സച്ചി പറയും, എന്താണ് രണ്ടുപേർക്കും കൂടിയുള്ള മത്സരമാണെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ മാത്രം എന്തിനാണ് വിളിക്കുന്നത്, ഞങ്ങളെ വിളിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഹോസ്റ്റ് പറയും, നിങ്ങളെ വിളിക്കും, പക്ഷേ ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെയാണ് നടത്തുന്നത്, ആദ്യം ലേഡീസിനെ മാത്രമുള്ള മത്സരങ്ങളാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഓ ലേഡീസ് ഫസ്റ്റോ, നടക്കട്ടെ രേവതി ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ പോയി ഇരിക്കുവാണ്. അപ്പോൾ ഹോസ്റ്റ് പറയുന്നുണ്ട്, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ 3 മിനിറ്റ് സമയം തരും, നിങ്ങളിൽ ഓരോരുത്തർക്കും ഉള്ള കഴിവുകൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് പറയേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഈ മത്സരം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും മൈക്ക് കൊടുക്കുവാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകളെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പാട്ട് പാടും, പിന്നത്തെ പെണ്ണ് പറയും, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അടുത്തെത്തുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ നല്ലൊരു ബ്യൂട്ടീഷ്യനാണ്, ഒരാളെ മേക്കപ്പിലൂടെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഭംഗിയാക്കും, അത് മാത്രമല്ല ഒരു ആണിനെ നന്നായിട്ട് പെണ്ണായിട്ട് മേക്കപ്പ് ചെയ്യാനും എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുമ്പോഴേക്കും ഹോസ്റ്റ് പറയുന്നുണ്ട്, ഓ നിങ്ങൾ അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യോ, ഞാൻ സൂപ്പറായിട്ടൊരു ആണിനെ പെണ്ണാക്കി മാറ്റും എന്ന് ശ്രുതി കോൺഫിഡൻസോടെ പറയുവാണ്. അപ്പോൾ അവർ കൈയൊക്കെ അടിക്കുന്നുണ്ട് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ ഒഴിവാണ്. വർഷ പറയുന്നുണ്ട്, ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, എനിക്ക് പല സൗണ്ടിൽ മാറ്റി സംസാരിക്കാൻ കഴിയും, പലരുടെ സൗണ്ട് എനിക്ക് അനുകരിക്കാൻ സാധിക്കും എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുവാണ്, രേവതിയുടെ ടാലൻറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി മൈക്ക് പിടിച്ചിട്ട് എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ശ്രുതി കളിയാക്കുന്നുണ്ട്. ശ്രുതി സച്ചിയോട് പറയും, എന്താടാ നിൻ്റെ ഭാര്യയ്ക്ക് ടാലൻറ്റുകളൊന്നും ഇല്ലേ, അതോ ടാലൻ്റ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം മനസ്സിലാവാതെ നിൽക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സച്ചി എഴുന്നേറ്റ് നിന്ന് പറയും, രേവതി രേവതി, നീ കണ്ണടച്ചുകൊണ്ട് 3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റിൽ പൂവൊക്കെ കെട്ടി തീർക്കുമെന്ന് പറ, നന്നായിട്ട് കണ്ണും പൂട്ടി പൂ കെട്ടുമെന്ന് പറ രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും
രേവതി പറയും, ആ ഞാൻ നന്നായിട്ട് പൂ കെട്ടും, അത് കണ്ണടച്ച് തന്നെ ഞാൻ പൂ കെട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും ഹോസ്റ്റ് പറയും, വളരെ നല്ല കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ, നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥി ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കേണ്ടതാണ്. ബാക്കി എല്ലാവർക്കും അവിടെ പോയി ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ കഴിവ് തെളിയിക്കുവാണ്. ആദ്യം പാട്ട് പാടുമെന്ന് പറഞ്ഞ പെണ്ണ് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കും എന്ന് പറഞ്ഞവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ശ്രുതിയുടെ ഊഴമാണ്. ശ്രുതിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ആണിനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ശ്രുതി നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ സ്റ്റേജിൽ കയറുന്നുണ്ട്. അയാളെ നല്ല ഭംഗിയിൽ മേക്കപ്പ് ചെയ്ത് പെണ്ണാക്കി മാറ്റുന്നുണ്ട്. ശ്രുതിയുടെ കഴിവ് കണ്ടിട്ട് എല്ലാവരും കൈകൊട്ടുന്നുണ്ട് സ്റ്റേജിലെ. സച്ചിയും പറയുന്നുണ്ട്, പാറടത്തി എന്ത് അടിപൊളിയായിട്ട് അയാളെ മേക്കപ്പ് ചെയ്ത് പെണ്ണാക്കി മാറ്റിയത്. ഇനി നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണുങ്ങളെയൊക്കെ സൂക്ഷിച്ച് നോക്കണം. ഇനി ആണാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയാണ് സ്റ്റേജിൽ കയറുന്നത്. വർഷം മൈക്ക് മേടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ നോർമൽ വോയിസ്. ഇനി ഞാൻ ആദ്യമായിട്ട് അനുകരിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയാണെന്ന് പറയുമ്പോഴേക്കും സച്ചിൻ രേവതിയും ചിരിക്കുവാണ്. വർഷം നല്ല സൂപ്പറായിട്ട് ചന്ദ്രയുടെ സൗണ്ട് അനുകരിക്കുവാണ്. അതുപോലെ തന്നെ അനുകരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എന്താടാ അമ്മയെ കളിയാക്കുവാണോ നിൻ്റെ ഭാര്യ സ്റ്റേജിൽ കയറിട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, എൻ്റെ ശ്രുതിച്ചേട്ടാ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വർഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ സൗണ്ട് അനുകരിക്കുവാണ്. ശ്രീകാന്തിനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് വർഷം അനുകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ രേവതിയാണ്. രേവതിക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് സച്ചി വിടുന്നുണ്ട്. രേവതിയുടെ കണ്ണൊക്കെ ഹോസ്റ്റ് കെട്ടിക്കൊടുത്തിട്ട് മുമ്പിൽ കുറച്ച് പൂക്കളും നൂലും ഒക്കെ വെച്ചിട്ടുണ്ട്. രേവതി കണ്ണും പൂട്ടിക്കൊണ്ട് നല്ല ഭംഗിക്ക് തന്നെ പൂകെട്ടുവാണ്. സച്ചിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല. രേവതി സൂപ്പർ രേവതി, അങ്ങനെ തന്നെ എടുക്ക്, നല്ലോണം കെട്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എടാ ശ്രീകാന്തേ അവനോട് വന്നിരിക്കാൻ പറ, എന്ത് ഇൻഡീസെൻ്റ് ആയിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയും, എൻ്റെ ശ്രുതിയേട്ടാ അത് രേവതി ചേച്ചി എൻകറേജ് ചെയ്യുന്നതല്ലേ, ശ്രുതിയേട്ട മിണ്ടാണ്ടിരിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി അവിടെ സച്ചിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല, എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. അപ്പോഴേക്കും ശ്രുതി പറയും, എൻ്റെ സച്ചി ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നു, നീ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുവാണ്. സച്ചി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രേവതി നല്ല സൂപ്പറായിട്ട് കണ്ണും പൂട്ടി പൂ കെട്ടി കഴിയുമ്പോഴേക്കും ആ പൂമാല ഇങ്ങനെ പിടിച്ചുയർത്തുവാണ്. സച്ചി ഓടി സ്റ്റേജിൽ കയറിയിട്ട് രേവതി സൂപ്പർ രേവതി നല്ല ഭംഗിക്ക് തന്നെ പൂ കെട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൈകൊട്ടുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റ് വന്ന് പറയുന്നുണ്ട്, ശരിക്കും നിങ്ങൾ കലക്കി കളഞ്ഞിട്ടോ, കണ്ണും പൂട്ടി തന്നെ അടിപൊളിയായിട്ട് പൂ കെട്ടിയിട്ടുണ്ട്, മാഡത്തിന് അവിടെ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിടുവാണ്. എന്നിട്ട് പറയും, ഫസ്റ്റ് റൗണ്ട് നല്ല ഭംഗിക്ക് തന്നെ കഴിഞ്ഞു, അടുത്തത് നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ്, ഹൗ യു ഫീൽ അബൌട്ട് യുവർ പാർട്ട്ണർ എന്നാണ്. അതായത് പാർട്ട്ണറിനെ കുറിച്ച് നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്. അതിനെ കപ്പിളായിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കും. ഭാര്യയും ഭർത്താവും കൂടി കൈ പിടിച്ചിട്ട് പരസ്പരം കൈ പിടിച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് വേണം ഇതേപ്പറ്റി സംസാരിക്കാൻ. ആദ്യം തന്നെ ശ്രുതിയെയാണ് വിളിക്കുന്നത്. ശ്രുതിയും സ്റ്റേജിൽ കയറിയിട്ട് അവിടെ ഇട്ടുന്ന ചെയറിൽ കൈയൊക്കെ പിടിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ശ്രുതിയുടെ കൈ പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ശ്രുതി, എൻ്റെ ഭാര്യ, എൻ്റെ ഏഞ്ചലാണ് ഇവൾ. ഞാൻ ഹോപ്പ്ലെസ് ആയിട്ടിരുന്ന ടൈമിൽ എൻ്റെ ജീവിതത്തിലോട്ട് കയറി വന്ന് എനിക്ക് പ്രതീക്ഷ തന്നവൾ. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ഇരിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാക്കി എൻ്റെ ജീവിതം മാറ്റിമറിച്ചവൾ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒരുപാട് പൊക്കി ശ്രുതി പറയുന്നുണ്ട്. വളരെ നിരാശയിലൂടെ പോയ ജീവിതം എനിക്ക് പ്രകാശപൂരിതമാക്കി തന്നവളാണ് എൻ്റെ ശ്രുതി. ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു മറകളും ഉണ്ടാവാൻ പാടില്ലെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ശ്രുതി എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ അത് ഞാൻ വിശ്വസിച്ചു. കാരണം ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യങ്ങളുമില്ല. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഓപ്പൺ ബുക്കാണ്. എന്നോട് എല്ലാം ഷെയർ ചെയ്യും, നമ്മളെല്ലാം ഷെയർ ചെയ്യും, നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ചെറിയ സങ്കടവും അതിനുപരി സന്തോഷവുമാവുന്നുണ്ട് ശ്രുതി തന്നെ പറ്റി ഇങ്ങനെ പറയുമ്പോഴേക്കും. അതുപോലെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എന്നെ ഇതുപോലെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾ ഈ ലോകത്ത് തന്നെ വേറെയില്ല. എൻ്റെ ഭാര്യ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ശ്രുതി പറയുവാണേ. ഞാൻ പോലും അവളോട് ഇത്രയും ആത്മാർത്ഥമായിട്ടിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ശ്രുതി എന്നോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. അവൾ എന്നോട് ഷെയർ ചെയ്യാത്ത ഒരു കാര്യം പോലുമില്ല. ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾ അന്നന്ന് എന്നോട് വന്ന് പറയാറുണ്ട്. ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വസ്തത അത് ഞങ്ങൾക്കിടയിലുണ്ട്. ശ്രുതി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാൻ പോകുമ്പോഴേക്കും ശ്രുതി കണ്ണൊക്കെ നിറഞ്ഞ് ശ്രുതിയുടെ വായ പൊത്തിപ്പിടിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയും, എന്തു പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഇതിൽ കൂടുതലൊന്നും പറയല്ലേ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി കരയുവാണേ അവിടെ ഇരുന്നിട്ട്. കാരണം ശ്രുതിക്കറിയാലോ താൻ ഓരോ ദിവസവും ശ്രുതിനെ പറ്റിച്ചാണ് ജീവിക്കുന്നതെന്ന്. ശ്രുതിയുടെ മനസ്സിൽ എത്രത്തോളം തനിക്ക് സ്ഥാനമുണ്ടെന്നും തന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് പൊട്ടിക്കരയുവാണ് അവിടെ നിന്നിട്ട്.
സുധി, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നൊക്കെ ശ്രുതി പറഞ്ഞ് കരയുവാണേ. ശ്രുതി അപ്പോൾ ആ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റ് പറയും സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വേദിയിലോട്ട് ഇരുത്തുവാണേ. അപ്പോൾ എല്ലാവരും കൈ തട്ടുന്നുണ്ട്. കാരണം ഇവർ അത്രയ്ക്കും ഇമോഷണലും കരച്ചിലും എല്ലാം ആയാലോ. എല്ലാവരും കൈതട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്റ്റ് വിളിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ്. വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. പരസ്പരം കൈയൊക്കെ പിടിച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ ഭാര്യ വർഷ, ഇവളാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ്. ഞങ്ങളുടേത് ലവ് മാരേജ്. എൻ്റെ ഫ്രണ്ടായിരുന്നു ഇവള്, ഇപ്പം എൻ്റെ സോൾമേറ്റുമാണ്. വീട്ടുകാരെ പോലും എതിർത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും എവിടെയാണോ ന്യായം അവരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കും എൻ്റെ ഭാര്യ. അതുമാത്രമല്ല, ഒരു വിധത്തിലും താഴ്ത്തി, അതായത് അവളെ ആർക്കും അടിച്ചമർത്താൻ സാധിക്കില്ല. അവൾക്ക് വേണ്ടിയും ആരുടെ ഭാഗത്താണോ ന്യായം അവർക്ക് വേണ്ടിയും സംസാരിക്കും. ഇതുവരെ നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷയും ശ്രീകാന്തും ചിരിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ശ്രീകാന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും അതെ അതെ, ഇനിയും നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ സന്തോഷത്തിൽ തന്നെ പോകും. എൻ്റെ അച്ഛന് ഞങ്ങൾ 3 ആൺമക്കളാണ്, അതുപോലെ തന്നെ 3 മക്കൾ വേണം എന്നാണ് എനിക്കും ആഗ്രഹം എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷക്ക് അവിടെ നിന്ന് ഇങ്ങനെ ദേഷ്യം വരുവാണേ. കാരണം വർഷ പ്രസവിക്കില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വർഷ എന്നിട്ട് ആ സ്റ്റേജിൽ വെച്ചിട്ട് ശ്രീകാന്തിനോട് പൊട്ടിത്തെറിക്കുവാണ്. എന്താ ശ്രീകാന്ത് ഇത്, എന്നോട് ചോദിക്കാതെയാണ് ഇങ്ങനൊരു തീരുമാനം, അതും ഈ സ്റ്റേജിൽ വെച്ചൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിനെന്താ വർഷേ, കുട്ടികൾ നമുക്ക് വേണ്ടതല്ലേ, വേണം എന്നും പറഞ്ഞ് ഇവിടെ വെച്ച് ഇങ്ങനെയാണോ പറയേണ്ടതെന്നൊക്കെ വർഷ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഈ വർഷ എന്താ ഇങ്ങനെ, എല്ലാവരുടെ മുമ്പിലാണോ ചൂടാവുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എൻ്റെ അനിയനും അത്ര മോശമൊന്നുമല്ല, ഇങ്ങനെ സ്റ്റേജിൽ വെച്ച് പറയേണ്ട കാര്യമാണോ ഇത്, അവർ തമ്മിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം ഇവിടെ വെച്ചാണോ പറയേണ്ടതെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, എൻ്റെ വർഷയെ ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ ജീവിതത്തെ പറ്റി സംസാരിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, ഞാനും ചൂടാവുന്നതല്ല ശ്രീകാന്തെ, നീയും എൻ്റെ ജീവിതത്തിലെ പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്, ഇപ്പോൾ എല്ലാവരുടെ മുമ്പിലും നമ്മൾ മോശം കപ്പിൾസ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വർഷ എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് ഹെൽത്തി ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്, ഞങ്ങൾ ദേഷ്യത്തിന് തല്ലുപിടിക്കുന്നതെന്നല്ല, നോർമൽ സംഭാഷണമാണ്, ഇവൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയാണെന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും സ്റ്റേജിൽ നിന്ന് ഇറങ്ങുവാണ്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റ് വിളിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയാണ്. സച്ചി രേവതിയുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ നല്ല റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എന്ത് സംസാരിക്കാൻ, എനിക്ക് നിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കാണുന്നുണ്ട് രേവതി, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ കെട്ടാൻ പോകുന്ന വീട്, അങ്ങനെ എല്ലാം കാണുന്നുണ്ട്, നിനക്കെന്താ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ്റെ കണ്ണിലൂടെ എന്നെയാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എൻ്റെ കണ്ണുകളിലൂടെ നിന്നെയാണ് കാണുന്നത് രേവതി, എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ എല്ലാം നീയാവുള്ളത് രേവതി എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ചിരിക്കുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഹോസ്റ്റ് വന്ന് പറയും, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാതെ, രഹസ്യങ്ങൾ പറയാതെ ഓപ്പണായിട്ട് പറയൂ എന്നൊക്കെ പറയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.